ഗുഡ് ആഫ്റ്റർനൂൺ. ക്ലാസ് 9 സ്റ്റേറ്റ് സിലബസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. പേജ് നമ്പർ 13 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് കടക്കാം. മെസോളിത്തിക് ഏജ്. The Mesolithic is the stage of transition from the Paleolithic to the Neolithic. The word Mesolithic is derived from two Greek words, mesos, middle, and lithos, stone. മെസോളിത്തിക് എന്ന് പറഞ്ഞാൽ അതിൽ മലയാളത്തിലെ മധ്യശിലായുഗം എന്ന് പറയും. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യശിലായുഗം. മെസോസ് അതായത് മധ്യം, ലിത്തോസ് ശില എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോളിത്തിക് എന്ന പദം ഉണ്ടായത്. Look at the given pictures. Examine the difference between Paleolithic tools and Mesolithic tools. These are smaller tools than the ones used in the Paleolithic age. This is the period when microliths, very small tools, were used. അവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, ഒരു പിക്ചറുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രാചീന ശിലായുഗം അതും അതുപോലെ യുഗത്തിലെ ഉപകരണങ്ങളും ചിത്രത്തിൽ കാണുന്ന മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. എന്താണ് പാലിയോളിത്തിക് ടൂൾസും മെസോളിത്തിക് ടൂൾസും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? ദേ ആർ സ്മോളർ ടൂൾസ് ദാൻ വൺസ് യൂസ്ഡ് ഇൻ പാലിയോളിത്തിക് ഏജ്. അതായത് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളായിരുന്നു അവ. രണ്ടാമത്തത്, ദിസ് ഈസ് ദ പീരീഡ് വെൻ മൈക്രോലിത്തിക്സ് were used. അതായത് മൈക്രോലിത്തിക്കൽ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സൂക്ഷ്മശിലകൾ എന്നാണ് പറയുന്നത് എന്ന് വിളിക്കുന്ന കല്ല് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമായിരുന്നു അത്. It has already been mentioned that the development of human communication began towards the end of the Paleolithic period, but in India this development is mainly seen during Mesolithic age. ഈ ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ വികാസം ഈ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ ഈ ഒരു വികാസം പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മധ്യശിലായുഗത്തിലാണ്. The works of art in the cave centers Bhimbetka, Lakjaur and Kathotia in Madhya Pradesh helps us understand the ways of life of human during that period. അതായത് മധ്യപ്രദേശിലെ ഭീംബത്ക, ലക്ജാവൂർ, അതുപോലെ കഥോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നവയായിരുന്നു. നെക്സ്റ്റ് പേജ്. ദ വേസ് ഓഫ് ലൈഫ് ഓഫ് മെസോളിത്തിക് ഹ്യൂമൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പീരീഡ് ആർ ഗിവൺ ബിലോ. അതായത് മോള് തന്നിരുന്ന ചിത്രത്തിൽ എന്തായിരുന്നു? മധ്യശിലായുഗത്തിലെ അതായത് മെസോളിത്തിക് പീരീഡിലെ മനുഷ്യരുടെ ജീവിത രീതികളെപ്പറ്റി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളാണ് ഇനി പറയുന്നത്. എന്താണ്? യൂസ് ഓഫ് മൈക്രോലിത്തിക്സ് ഓഫ് വെരി സ്മോൾ ടൂൾസ്. എന്താണ് മൈക്രോലിത്തിക്കുകൾ അഥവാ ശിലായുധങ്ങളുടെ ഉപയോഗം. എപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ്, ഫിഷിംഗ് ഓൾസോ ബിക്കെയിം മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അതായത് വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ എന്താണ് മീൻപിടുത്തവും ഉപജീവന മാർഗമായിരുന്നു ആൾക്കാരുടെ. ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. അതുപോലെ മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അമ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ. പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ. അതായത് ആൾക്കാരുടെ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനമാണത്. ഇനി മെസോളിത്തിക് സെൻറ്റേഴ്സാണ്, മധ്യശിലായുഗത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. അത് സ്റ്റാർകാർ ഇംഗ്ലണ്ടാണ്, പിന്നെ ഫാഹിയാൻ കേവ് ശ്രീലങ്ക, സാറൈ നഹർ റായ് ഇന്ത്യ ഉത്തർപ്രദേശ്. സ്റ്റാർകാർ ദ മെസോളിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇറ്റ് ഈസ് എ മെസോളിത്തിക് ഓപ്പൺ എയർ സെറ്റിൽമെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്. വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് അത്. The main attraction of this site is the presence of organic remains. Tools made of stone and bone were found here.
അപ്പോൾ ആ കേന്ദ്രത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. Evidences of early carpentry have also been found here. It is believed that early humans used this area as a temporary settlement. ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. നെക്സ്റ്റ് പേജ്. സരൈ നഹറായ്, എ മെസോളിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ. സരൈ നഹറായ് is located on the banks of the Oxbow Lake in the പ്രതാപ് നഗർ ഡിസ്ട്രിക്റ്റ് ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകത്തിലാണ് സറായ് നഹറായ് സ്ഥിതി ചെയ്യുന്നത്. മൈക്രോലിത്തിക്സ്, എ മേജർ ഫീച്ചർ ഓഫ് ദ മെസോളിത്തിക് കൾച്ചർ പീരീഡ്, ഹാവ് ബീൻ ഫൗണ്ട് ഹിയർ. അതായത് മധ്യശിലായുഗത്തിൻ്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. The tall human bones found here are significant archaeological evidences. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ്. The height of men is 180 cm and that of women is 170 cm. അപ്പോൾ അതിൽ പുരുഷന്മാരുടെ ഉയരം 180 cm, സ്ത്രീകളുടെ ഉയരം 170 cm ആണ്. It is believed that bows and arrows were used for hunting. അപ്പോൾ അവർ വേട്ടയാടാനായിട്ട് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായിട്ട് കരുതുന്നു. There is evidence to show that seeds were collected and stored and animal hide was used as clothing. അപ്പോൾ അവർ വിത്തുകൾ ശേഖരിക്കുകയും അതിനെ സൂക്ഷിച്ചു വയ്ക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നു എന്നും അതുപോലെ മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവുകളുണ്ട്. അടുത്തത് നിയോളിത്തിക് ഏജ് ആണ്. നിയോളിത്തിക് എന്ന് പറഞ്ഞാൽ നവീന ശിലായുഗം. ദിസ് ഈസ് എ പീരീഡ് ഓഫ് റാഡിക്കൽ ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു കാലഘട്ടമാണ് ഈ പീരീഡ്. ദ വേർഡ് നിയോളിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്സ് നിയോസ്, ന്യൂ ആൻഡ് ലിത്തോസ്, സ്റ്റോൺ. അപ്പോൾ നിയോസ് അതായത് ന്യൂ, നവീനം. ലിത്തോസ് മീൻസ് സ്റ്റോൺ ആണ്. അപ്പോൾ എന്നീ പദങ്ങളിൽ നിന്നാണ് ഈ നിയോളിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. ദ ബുക്ക് മാൻ മേക്സ് ഹിംസെൽഫ് ബൈ ഗോർഡോൺ ചിൽഡ് refers to two important changes in the Neolithic age that transformed human life. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചൈൽഡ്സ് മനുഷ്യ ജീവിതത്തെ മാറ്റി മറിച്ച നവീന ശിലായുഗത്തിലെ രണ്ട് സുപ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഇനി ആ ബോക്സിലുള്ളത് നോക്കാം. ദ ഫസ്റ്റ് റെവല്യൂഷൻ ദാറ്റ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ എക്കോണമി ഗേവ് മാൻ കൺട്രോൾ ഓവർ ഹിസ് ഓൺ ഫുഡ് സപ്ലൈ. മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തൻ്റെ ഭക്ഷണ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു. Man began to plant, cultivate and improve by selection edible grasses, roots and trees. അപ്പോൾ ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും അവർ തുടങ്ങി. And he succeeded in taming and firmly attaching to his person certain spices of animal in return for the fodder he was able to offer, the protection he could afford and the forethought he could exercise. The two steps are closely related. തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിൻ്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായിട്ട് പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ഇഴചേരുന്നവയാണ്. The change in human interaction with his surroundings is a reason for these changes. Humans started new ways of living during the Neolithic period. ചുറ്റുപാടുകളുമായുള്ള മനുഷ്യൻ്റെ ഇടപെടലിൽ വന്ന മാറ്റമാണ് ഇതിന് അടിസ്ഥാനമായി ഉണ്ടായത്. നവീന ശിലായുഗത്തിൽ പുതിയ ഉപജീവന രീതികൾക്ക് മനുഷ്യർ തുടക്കം കുറിച്ചു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തൽ. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ ആരംഭം. Observe the map. You can see the area marked in the shape of a crescent. Based on available evidence, archaeologists say that agriculture began in this area. This region is known as the
ഫെർട്ടൈൽ ക്രിസെൻറ്റ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ഇൻ ദിസ് റീജിയൻ? അപ്പോൾ എന്താണ്, അവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ഈ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയ പ്രദേശം നമുക്ക് കാണാൻ കഴിയും. അത് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താണ് കൃഷിയുടെ ആരംഭം എന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു. ഫെർട്ടൈൽ ക്രസെൻറ്റ് ഫല ഭൂവിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. Let us see the factors that led humans to begin agriculture and domestication of animals. അതായത് ഈ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച കുറച്ച് ഘടകങ്ങളുണ്ട്. അതെന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, അതായത് ജനസംഖ്യാ വർധനവ്. രണ്ടാമത്തത് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, അതായത് മനുഷ്യൻ്റെ വാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. കോംപ്ലക്സ് സോഷ്യൽ ഓർഗാനിസം, സങ്കീർണമായ സാമൂഹിക സംഘാടനം. ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്. അവസാനത്തത് ചേഞ്ച് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. അപ്പോൾ ഇന്നത്തെ പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.